ഗബ്രി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ലാലേട്ടനോടൊപ്പം തന്റെ ബിഗ് ബോസ് ഹൌസിലെ എക്സ്പീരിയൻസ് പങ്കുവെക്കുകയാണ് ഗബ്രി. എന്ത് പറ്റി ഗബ്രി എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. കുറച്ചുപോലും കരഞ്ഞിട്ടല്ല ഗബ്രി വരുന്നത്, സന്തോഷത്തോടുകൂടി ചിരിച്ചോണ്ടാണ് വരുന്നത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു എവിക്ഷൻ തന്നെയായിരുന്നു ഗബ്രിക്കും ജാസ്മിനും ഇത്. എന്നാൽ ഗബ്രിയാണ് എവിക്റ്റഡ് ആയതെന്ന് അറിഞ്ഞപ്പോൾ മുതൽ നിലതെറ്റി പൊട്ടിത്തെറിച്ച് കരഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ അവിടെ നിൽക്കുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിച്ചത്. തന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇനി എന്ത് ചെയ്യും ഗബ്രി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ജാസ്മിനെ കാണാം. ഗബ്രി പോകുന്നതിന് മുമ്പ് ഗബ്രിയെ ഇറുക്കി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുക്കുന്നുണ്ട് ജാസ്മിൻ. ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനി എനിക്കിവിടെ ആരുമില്ല, ഇനി എനിക്കിവിടെ നിന്ന് കളിക്കാൻ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. പക്ഷെ ഗബ്രി പറയുന്നു, ഇല്ല നീ നിന്ന് കളിക്കണം എന്ന് പറയുന്നു. എന്നാൽ വീട്ടിലുള്ള മറ്റ് മത്സരാർത്ഥികളെ ഒന്നും കാണിക്കാതെ ഫ്രണ്ട് ഡോർ വഴി അല്ല ഗബ്രി പുറത്തേക്ക് വന്നത്. ഗബ്രിയെ കണ്ണ് കെട്ടി മെയിൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. നോർമലി എല്ലാവരും എവിക്റ്റ് ആവുമ്പോൾ അവരെ ഫ്രണ്ട് ഡോർ വഴി തന്നെയാണ് കൊണ്ടുവരാറ്. മറ്റ് മത്സരാർത്ഥികളോടൊക്കെ വിട പറഞ്ഞു തന്നെയാണ് പോകുന്നത്. മറ്റ് മത്സരാർത്ഥികളെ ഒന്നും നേരിൽ കണ്ട് വിട പറയാൻ ഗബ്രിക്ക് സാധിച്ചില്ല. നേരെ ലാലേട്ടന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ ഗബ്രി ബിഗ് ബോസ് ഹൌസിന് പുറത്തായിരിക്കുകയാണ്. നിലതെറ്റിയ കൈവിട്ട അവസ്ഥയിലാണ് ഇപ്പോ ജാസ്മിൻ.